ഞാൻ ഗെയിം ലിവർ ഉണ്ടാക്കിയിട്ട് ശരിയാ. എടാ ഈ ഫോർസയിൽ കസ്റ്റം ലിവറി ഒക്കെ ചെയ്യാൻ പറ്റൂടാ? പറ്റും. അളിയാ നിന്റെ ഈഗിൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ലിവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആര്? ഒരു പയ്യൻ കമന്റ് ഇട്ട് വണ്ടി ഉണ്ടോ നോക്കിയാണ് ഞാൻ പറഞ്ഞത്. R34 ഉണ്ടെങ്കിൽ നോക്കിയത്. എനിക്ക് ഇപ്പോഴും ഈ കോർണേഴ്സ് മനസ്സിലായിട്ടില്ല ഗൈസ്. ഇതിന്റെ ഒരു ലോജിക്ക് എനിക്ക് ഇപ്പോഴും സത്യം പറയാമല്ലോ. ഡൗൺ ഷിഫ്റ്റ് ചെയ്താലും എനിക്കുണ്ടല്ലോ എനിക്ക് ഒത്തിരി സ്പീഡിൽ ടേൺ ചെയ്യാൻ പറ്റുന്നില്ല. വലിയ വളവുകൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴും എനിക്ക് ആ കൺട്രോളേ കിട്ടുന്നില്ല. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അളിയാ നിന്റെ അല്ലേ 2004 ഹോണ്ട എവസ്യൂ മോട്ടോസ്പോർട്ട് ഉണ്ടോ? ഏതാ? 2004 ഹോണ്ട ഇവസ്യൂ മോട്ടോസ്പോർട്ട്. അതെങ്ങനെ നോക്കണം? ഹോണ്ട ഇട്. ഇല്ല 2004 അതിലെ 2004 ഹോണ്ട വേറൊന്നുണ്ട്. ഇപ്പൊ കമന്റ് വന്നിട്ട് നിസാൻ GTR R34 അതെടുത്തെ എവസ്യൂ അതോ അത് കേറിയേ. അത് വ്യൂ കാറാണോ? എന്തോ എടുക്കണ്ടേ? വ്യൂ കാറോട് അത് ഇതാക്കി പോയി. സെക്കൻഡ് ഗിയർ ഡൗൺ ആൻഡ് ടേൺ എന്നോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല ബ്രോ. ഇതില് അതുണ്ട്, ഓൾറെഡി കാറുണ്ട് എനിക്ക്. അല്ല അവിടെ പോ, ബയ്യാൻ യൂസ് അവിടെ പോ, അതി പോ. എന്നിട്ട് മേളില് കാർസി പോയിട്ട് കാർസി പോയിട്ടാണ് ഡിസൈൻ ആൻഡ് പെയിന്റ്. You know me, big fan of car customization. When Horizon is in town, you need to stand out. അതില് ഫൈൻഡ് ന്യൂ ഡിസൈൻ, window stickers make everything better. എന്നിട്ട് അതിന്റെ അടിയിൽ സെർച്ച് ഉണ്ടാ. അതില് കീവേഡ് 1 റിയൽ വേർഡ് കൊടുക്ക്. കീവേഡ് 1 റിയൽ വേർഡ് കൊടുക്ക്. കീവേഡ് 2 ക്ലാസിക് കൊടുക്ക്. ലിവറി നെയിം ഹാർലിൻ HARLIN. എവിടെ ലിവറി നെയിം എവിടെ കൊടുക്കണ? ഇല്ലേ? അപ്പൊ ഡിസ്ക്രിപ്ഷൻ ഈഗിൾ ഗെയിമിംഗ് കൊടുക്ക്. ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്ററിന്റെ താഴെ ഈഗിൾ ഗെയിമിംഗ് സ്പേസ് ഗെയിമിംഗ്. ഇനി സെർച്ച് കൊടുത്തേ. കണ്ടില്ല. അർലിൻ എടാ വിഷയല്ലടാ അത്. ഈ പണിതോന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. Treasure cars are a one-of-a-kind abandoned cars. I've got a bunch of photos that might help you zero in on the location. Take a look at this one. It might be nearby. Now, I know that bridge is pretty recognizable. But what direction? I'll leave it to you. അതവള് സംസാരിച്ചിരണം. ഇതിനകത്ത് കസ്റ്റം ലിവറി ഒക്കെ ചെയ്യാൻ പറ്റുമല്ലേ ഇത്? പക്ഷെ ഇതില് കുറച്ച് പാടാ. ഇതില് അവൻ തന്നെ ഇരുന്ന് ഉണ്ടാക്കിയെടുക്കണം ഇത്. മോനെ നൈസറ, താങ്ക് യു. എനിക്ക് ആ ഫോണ്ട് മാത്രം ഇഷ്ടപ്പെടാത്തുള്ളൂ കേട്ടോ, സത്യം പറഞ്ഞ. അത് ഇതില് പാടാടാ. ഇതില് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. സ്വന്തമായിട്ട് ചെയ്യണോടാ, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, ഇമ്പോർട്ട് പറ്റില്ല. എടാ അവന്റെ പേരെന്താടാ? അവന്റെ സത്യല്ലേ? അവന്റെ യൂട്യൂബ് നെയിം TER73. 733 TER33. ആണോ അവന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു? അതിനി അതിൽ പോയാലേ കാണിക്കുള്ളൂ, അതിൽ പോയാലേ കാണിക്കുള്ളൂ, ലിവറി പോയാലേ കാണിക്കുള്ളൂ. ആണല്ലേ? നോക്കട്ടെ. ഇതിനകത്ത് എവിടെയായിരുന്നു? കാർസില്
ഡിസൈൻ ആൻഡ് പെയിന്റ് അല്ലേ? ഡിസൈൻ ആൻഡ് പെയിന്റ്. അതിലെന്തായിരുന്നു മൈ ഡിസൈൻസ്? അല്ല മൈ ഡിസൈൻസ് അല്ലല്ല. അല്ല. മൈ ഡിസൈൻസിൽ ഇല്ല, വരൂല. മറ്റേ ഫൈൻ നോട്ട് ഡിസൈൻ. ഫൈൻ ന്യൂ ഡിസൈനിൽ റിയൽ വേൾഡ് ക്ലാസിക് സെർച്ച്. അതെ ഇവനാണ് ചെയ്തത്. മൈക്കി 6981 റാങ്ക് 2 ഡൗൺലോഡ്സ് 1. ഞാൻ മാത്രമേ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ കേട്ടാ. അല്ല ഈ കാർ മറ്റേ ഇതാടാ ഫോർസയുടെ മറ്റേ നീ പ്രീമിയം വാങ്ങുമ്പോഴേ ഈ കാർ ഇട്ടോളൂ. പ്രീമിയം വാങ്ങുമ്പോഴേ കാർ കിട്ടത്തുള്ളൂ അല്ലേ? R34 ഉണ്ടോ നോക്കണ്ണ. അത് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല അടുത്ത റേസ് കളിക്കാം നമുക്ക്. ഓ മൈക്കി 5 മണിക്കൂർ റെൻഡറിംഗ് എന്ന് മോനെ. മൈക്കി എടാ താങ്ക് യു സോ മച്ച് എടാ, മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച് എടാ, മീൻസ് എ ലോട്ട്. ലൈവ് ഇടുമ്പോ കുറച്ച് പ്രഷർ ആയിട്ടാ എനിക്ക് പറ്റണല്ലേ. മനസ്സിലായല്ലേ? നോക്കത്തില്ലേ അടിച്ചില്ലേ? ബ്രോ എനിക്ക് FPP പറ്റൂല ബ്രോ, എനിക്ക് FPP പറ്റൂല. ഫീൽസ് ലൈക്ക് യു ആർ ടോട്ടലി സ്ട്രെസ്ഡ്. ഞാൻ കുറച്ചാണ്, ശരിയാ. ഞാൻ ഭയങ്കര സ്ട്രെസ് എടുത്ത് ആ ഒരു തമാശ ഇട്ടായിരുന്നു ഓടിച്ചത്. ഞാനും എന്റെ ബോഡി വീക്കായി. നമുക്കാ ഞാൻ ജയിക്കും. ഞാനേ ജയിക്കത്തുള്ളൂ. ലെവലേ ഗോക്കു 200 കഴിഞ്ഞിട്ടുള്ളത്. 200 ഒരു സ്റ്റാർ അവിടെ പ്രസ്റ്റീജ് പോലെ. ഇതെന്താ ഗിയർ ഇങ്ങനെ മാറ്റണേ? ഇതിന് എത്ര ഗിയറാണ്? ഹലോ 9. ഇതിന്റെ 2x സ്പീഡ് ഓളിയാ. നിങ്ങൾ ബ്രേക്ക് പിടിച്ചില്ലേ? ഞാൻ അവിടെ സ്ലോ ആയതാ. സ്ലോ ആയിട്ടാ പറഞ്ഞു. തട്ടിയാ പറക്കുന്നുണ്ട് ഈ സ്പീഡൊക്കെ. തട്ടിയാ ഇടിക്കുന്ന ആള് പോകുമ്പോ തട്ടിയവന് പോകുമ്പോ ഈ സ്പീഡിൽ തട്ടിയ. നീ കിടന്ന് വെട്ടിച്ചോണ്ടിരുന്ന ഞാനങ്ങനെ തട്ടാതെ പോകും. അത് പറഞ്ഞേ നീ. വെട്ടിക്ക് കേറ്റി വിടാതിരിക്കും. അതാ ആരോ പണമായി. അതാരാ ആ പണമായ വ്യക്തി? ആരാണ് നമ്മളോട്? ആരാണത്? ഡീമൺ. എനിക്ക് എന്റെ കണ്ടിട്ട് തലവേദന എടുക്കുന്നു. എടാ 10 ഗിയർ ഉണ്ടോ നിങ്ങൾക്ക്? 9 ഗിയറിലേ ഉള്ളൂ. അതെന്നാ റീവെന്റ് ഇല്ല. ഇനി ഒരിക്കലും പിടിക്കാൻ പറ്റത്തില്ല കൈസ. അവരെ സ്ട്രൈറ്റാ. അയ്യോ ഞാൻ പിടിക്കാൻ പറ്റുമോ? ഒന്ന് ചാമ്പിട്ട് മലയൊക്കെ കയറി പോയേ. മാത്രമേ പോയുള്ളൂ. എന്റെ ചെക്ക് പോയിന്റ് മിസ്സായി. റിവൈൻഡ് ആയി. ഞാൻ നല്ല ബാക്കിലാണ്. ஒரு கண்ட்ரோல் இல்லாம லெஃப்ட் ரைட் திருப்புறக்கு எப்படின்னா മനസ്സിലായോ? അപ്പൊ ആരും ഇടിക്കാതെ പോകാൻ முடியாது. ബാക്കിൽ വരുന്നവർക്ക് PO മനസ്സിലാകത്തുള്ളൂ. നീ അത് കാണണം. എന്നാലും നിന്നെ അറിഞ്ഞോണ്ടിരിക്കണതല്ല. നീ കയറ്റി വിടാതെ വെട്ടിക്കുന്നുണ്ട് നല്ല രീതിയിൽ. മനസ്സിലായ? അപ്പൊ പുറകെ വരുന്നവർക്ക് ഹിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ കളിച്ചത് ഓവർടേക്കബിളാണ്. കാരണം ഇത് നല്ല ഹൈപ്പത്താറിലുണ്ടാവും. ഒരു ഗ്യാപ്പ് കൊടുത്താൽ കയറുമല്ലോ. ഞാൻ ഇതിനുമ്പ് അങ്ങനെയല്ല കളിച്ചത്. ഇത് ഫിഫ്റ്റല്ലേ ഇതിനുമ്പ് റാലി അല്ലായിരുന്നു. അപ്പൊ കണ്ടുകൊണ്ട് നമുക്കുണ്ട്. ഇത് പ്രോപ്പറായി അങ്ങനെ കളിച്ചത്. നിങ്ങൾ ബാക്ക് നോക്കി ഓടിക്കുമായിരുന്നു. കയറുന്നുണ്ടോ എന്ന്. അതാ അപ്പൊ ചോദിച്ച ആരാ വിളയെ പോയത്? കോച്ച് അത് ഡീമനെ കാണാൻ പറ്റാന്ന് വെച്ചാൽ FPP കളിക്കുന്നുണ്ടോ? മനസ്സിലായി. അതുകൊണ്ടാണ് അവർക്ക് കാണാൻ പറ്റാത്ത. വെട്ടിക്കുന്നുണ്ടോ ഇല്ലോ? ഡീമ നല്ല വെട്ടിച്ചു. ഞാൻ പറയട്ടെ, ഈ തട്ടുന്നതും മുട്ടുന്നതൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട. അതൊക്കെ ഗെയിമിന്റെ പാട്ടാ. ഇല്ലല്ലോ, എടുത്തിട്ടില്ല. അത് വിട്ടു. അത് കഴിഞ്ഞ കളി.
FPP ആണോ ടീമാണോ വെട്ടിക്കുന്നവൻ ഫീൽ ചെയ്യാത്ത അതാണ് മനസ്സിലാവാത്ത കുറെ ആളുണ്ടോ ഫ്രണ്ടി ആളുണ്ടോ സൈഡിൽ ആളുണ്ടോ എന്നൊന്നും അറിയത്തില്ല. എവറാ നിന്റെ ഗോട്ട എവറാ ഞാൻ പറയൂല കാരണം വാങ്ങിട്ട് പറയും. ഇന്ന് ഞാൻ പറയില്ലെന്ന്. ഇതിപ്പോ പുറകേറി ഒരു മയില് ഒറ്റ മിസ്റ്റേക്ക് ചെയ്താ മതി ഇത്. അയ്യോ ബ്രേക്ക് പിടിക്കണേ. എന്റെ ഫുള്ള് സീറ്റ് എല്ലാം കൂടെ നിൽക്കുവാ. எனக்கு சீட்டிலே ஆடுது கேபிள் மொத்தம் ஆடுது ഇവന്റെ കാറാണ് കേട്ടോ. നമ്മൾ ഈ സിനിമ ഓടിച്ചിട്ടുണ്ടോ? അയ്യോ അപ്പാപ്പാ അതെന്ത് കണ്ടു അവിടെ പോയെന്നാ വിചാരിച്ചു ചേട്ടൻ. 407 ഞാൻ ഈ വണ്ടി ക്രാഷ് ഓഫാ ഓടിക്കുന്നേ. ഇത് വിറ്റാവുന്ന വളവിൽ എനിക്ക് അയ്യോ അയ്യോ അതാ എനിക്ക് ഇത് റീവെന്റ് ഇല്ലേ? ഹലോ റീവെന്റ് ഇല്ലേ? ഇല്ല അയ്യോ എനിക്ക് റിഫ്ലക്ഷൻ കാണാൻ കണ്ടുകൂടാ ടണൽ കയറുമ്പോ വണ്ടി. ഭാഗ്യം അവിടെ നിന്ന് മനസ്സിലാവില്ല. അതെ അല്ല അതുണ്ടായിരുന്നെങ്കിൽ ഇത് ചെക്ക് പോയിന്റ് മിസ് എന്ന് പറയാം. ഭയങ്കരയാ. അത് താങ്കിയില്ല. തിരിഞ്ഞു കയറും. മച്ചോ ജയിച്ചു മച്ചോ ഫൈനലി അത്രേ ഉള്ളു. What did I miss, bro? അയ്യോ 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 ആളിയാ ശേ. Let's go. No DNF. 2-1-0. റേസ് കഴിഞ്ഞില്ലേ? ഇല്ല അത് പിന്നെ എനിക്കെന്താ വന്നേ? ചെക്ക് പോയിന്റ് മിസ്ഡാണോ വന്നേ? അയ്യോ ഞാനോർത്ത് ഇവനെ അവിടെ അടിച്ചതായിരിക്കും. പക്ഷേ ചെക്ക് പോയിന്റ് മിസ്സായല്ലേ അവിടെ ഒരു ഒരു പോയിന്റ് പറഞ്ഞേ. ഒരാളുടെ ഒരു പോയിന്റ് ഒന്നാണ് മനസ്സിലായ. ഒരു റേസ് ജയിക്കുക, ഒരു DNF ആക്കിയാൽ ഇപ്പോഴും 1-1 ആക്കാം. അസുണം ജയിച്ചാ മതി, ഈസി അടിക്കാം. എനിക്കറിഞ്ഞൂടാ ജോക്കി പോയടേ. ജോക്കി പറയുകയൊന്നും ചെയ്തില്ല. ജോക്കി ഇങ്ങനെ നോക്കുമ്പോഴേ അപ്പോഴേ നിർത്തും. ഇപ്പൊ ചുമ്മാ അവിടെ ഒരു പണിയില്ല. ഞാൻ പറയാം, ഈ ലൈവ് ജോക്കി കണ്ടോണ്ട് അവിടെ ഇരിക്കുക. ഇപ്പൊ ഇത് കണ്ട് ശരിക്കുമായിരിക്കും. ഇത് കണ്ട് ഇപ്പൊ ഇതാകുമായിരിക്കും ഉറപ്പ്. ഞാൻ പറയാം 1000%. ആയിട്ടുണ്ടോ വാറ്റണ നമുക്ക് ഇതില് ഇത്ര മെമ്പേഴ്സ് ഇല്ല. 6 ഏലും ബ്രാൻഡ് BMW 6 BMW എടുത്ത് റൈഡൊക്കെ പോടക്കെ മനസ്സിലായോ? അയ്യോ എനിക്ക് കണ്ടിട്ട് തല ഇറങ്ങിയെന്ന അത് ഞാൻ പോരെ. പോലെ 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 റീവെന്റ് ഇല്ല കേട്ടാ. അറിയാ റീവൈൻഡ് ഇല്ല ഊമ്പി.
ഞാൻ കണ്ടത് ഇനി വണ്ടി കേറല്ലോ അളിയാ. കേറും ചേട്ടാ, ഗിയർ അപ്പ ആക്കി കൊടുത്താൽ മതി. കയറും ഗിയർ ഫുൾ അപ്പാക്കി കൊടുക്കും. പതുക്കെ ഞാനിപ്പോ അതുപോലത്തെ ഒരു കുഴി പോയിട്ട് വന്നത്. എന്റെ അമ്മ ഒരു നിശ്ചയ നമുക്കൊരു സമാധാനത്തിൽ പോയിട്ട് പറഞ്ഞില്ല. ഞാൻ ഓൾറെഡി വളഞ്ഞ് കണ്ടത് പോയി. കോപ്പിയുടെ ട്യൂണ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഈ വണ്ടി. എന്റെ അമ്മ പറക്കുക സത്യം. മറ്റേ ഇവ പോലെ പറ്റുന്നില്ല കൺട്രോൾ ചെയ്യാൻ. ഇതിന്റെ സ്റ്റോക്ക് ആയതോടെ കുറച്ചുകൂടെ കൺട്രോള്. ഞാൻ മറ്റേ 8 ഗിയർ ആക്കിയതാ, 7 ഗിയർ ആക്കിയതാ. ഓവർ ഇത് മലപ്പുറമല്ല ശ്രമിക്കണം. ബ്രേക്ക് ഇല്ല, അത് കുഴപ്പമില്ല സീവൻ. എന്താണ് കോച്ച് ഇങ്ങനെ സ്പിറ്റ് ആവാമോ? അതൊന്നും കൂടെ ഉണ്ട്. കയ്യേ മോചറ നമ്മള് കയ്യ പോയട്ടാ, കയ്യൊക്കെ ഡിസ്കൗണ്ട് അടിച്ചു അവിടെ പോയി. ഇവിടെ വഴി എങ്ങോട്ടോ അനു? ചെക്ക് പോയിന്റ് പോയി. എന്റെയും പോയടാ. ചെക്ക് പോയിന്റ് വീണ്ടും മിസ്സായിരുന്നു കാണിക്കുന്ന. അതെന്തുവാ? എവിടെ നിങ്ങൾ ചെക്ക് പോയിന്റ്? ഞാനാ ഫസ്റ്റാ. ചെക്ക് പോയിന്റ് അപ്പ് ചെക്ക് പോയിന്റ് പോയി. ഇതെന്തത് ബഗ്ഗാണോ വാക്കുന്ന? എനിക്ക് കിട്ടിയേട്ടാ. ചെക്ക് പോയിന്റ് തൊലിച്ച് കൈത്ത്. അതെ വണ്ടി മനസ്സിലായിട്ടാ. വണ്ടി മനസ്സിലായി. ആക്സിഡന്റ് ഇട്ട് കൊടുക്കാൻ മനസ്സിലായി. തെറ്റ് കോച്ചിന്റെ വണ്ടി കിക്ക് ചെയ്യാവില്ല. വാറ്റാണ് അപ്പാപ്പന്റെ കോമ്പറ്റീഷൻ ആവുമല്ലോ. ഈ മാപ്പിലൊന്നും ഇല്ല. ഓ കോച്ച് അത് ഈ കാണുന്നുണ്ട് എന്റെ വ്യൂവില്. കോച്ച് ഞാൻ നൈസാ ഡ്രിഫ്റ്റ് ഹാൻഡിൽ ചെയ്തു ആള്. ചേട്ടാ ഞാൻ പോയി ചേട്ടാ. ഇങ്ങോട്ടാ എനിക്ക് അറിയത്തില്ല. പോയി കോച്ച്. പോയി എത്ര നിനക്ക് ഇവിടെ കുറെ നേരം ഒരു വാസ്റ്റ് ട്രെയിനിങ് ആയിരുന്നു. ഞാൻ കോച്ച് കൂടെ രണ്ടുപേരും കോച്ച് അടുത്ത ആളെ ഓക്കെ പോയി. ബാക്കി അവരുടെ വാക്കുന്നാണോ കോച്ചാണോ? കോച്ച് ഫസ്റ്റാ? ഹലോ ഞാൻ വെച്ച് കൊക്കൻ ചാടി നേരെ അപ്പുറത്ത് പോയിരുന്നു. ഇപ്പോൾ എടുക്കാണ്ട് நல்லா இருக்கும்ல. நல்லா இருக்கும். നമ്മളെ നോ ക്ലിപ്പിന്റെ ഫൈൻ ഇട്ടേ പറന്നു പോവോ? ஃபைல்லாம் வச்சிருக்க போலயே. எல்லாம் வச்சிருக்கேன். வாசுனா
എവിടെയുണ്ടോ കാണുന്നില്ലല്ലോ മയില്. ഞാൻ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു, ഞാൻ ആ ബുക്ക് ചെയ്തു. ഓമ്പി താങ്ക് യു. ചോപ്പിച്ചു. അയ്യോ ചെക്ക് പോയിന്റ് മിസ്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ പറ്റുന്നത് വാറ്റണ്ണൻ. കറങ്ങി വന്നപ്പോ ആ വഴിയും പോയതാണ്. ഓ വാസോടെ വളഞ്ഞു വളർന്നു. ഓ സ്ട്രെയിറ്റ് റോഡ് മൈ. പോയിട്ട് റിവെഞ്ച് ഇല്ലാത്ത കാർ മാറ്റി നടക്കും. பின்னாடியே டெயில் பண்ணிட்டு வரேன். ഇറക്കി വരുമ്പോ ചുപ്പി കടലിൽ പോയി. ഞാൻ വെച്ച് ഞാൻ വഴിമാറി കണ്ടിൽ പോയതാണ്, ഇങ്ങോട്ടാണല്ലേ പോയി. ഈ വണ്ടി കടലിക്കട പോവില്ലേ? I know. പസണ്ണ പിറകെ ഉണ്ടെണ്ണ എണ്ണം ജയിച്ചു. മറ്റുള്ള ഒന്നും മിണ്ടാതെ പിറകെ വരുവാ. ഇവരൊക്കെ ഈ വഞ്ച് ഫ്ലൈയേഴ്സ് ആണ്, വാർക്കൊന്നുമില്ല. നിന്നെ പോലെ വാർത്ത് എന്റെ കാറെല്ലാം ഇത് ഞാൻ ജയിച്ചാണേ. നമ്മുടെ ലീഡർ ഇറങ്ങിയതാ അതെ നോക്കാതിരിക്കാൻ വേണ്ടി. എന്റെ അമ്മോ എന്ത് റേസാണത്. നിങ്ങളുടെ ഞാൻ മറ്റേ കൊക്കിയെ പോയി കേട്ടാ. ഇതന്നെ തീർന്നെ. അങ്ങനല്ല ആദ്യം ഓർമ്മയില്ല നമ്മൾ ഞാൻ ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നത്. അയ്യോ நான் பக்கத்துல தான் இருந்தேன். மிஸ்டேக் அந்த இதுல போனேன். സോങ് മാറി മാറി വന്നല്ലേ അളിയാ. ഞാനേ അളിയാ ഒരു കാര്യം പറ്റാ, എല്ലാരും ഒന്നട്ടാ വണ്ടിയെ പോയി 1 1 1 1 ആണാ ഒക്കെ പോയി. ഞാൻ ഫിനിഷ് ചെയ്തായിരുന്നു ഇൻവൈറ്റ് ചെയ്യാൻ മറക്കല്ലേ. கோகு கோகு நான் ஒரே நிமிஷம் ஃப்ரிட்ஜ்ல தண்ணி எடுத்து ഞാൻ മറ്റേ ആജിനെ വില്ല കിട്ടുവാണ്. தண்ணி தான் எடுக்க போறேன் வந்துரும் ஃபர்ஸ்ட். എടാ അതല്ല ഗോകുവേ, നമ്മുടെ റേസ് തുടങ്ങിയപ്പോ മറ്റേ ആ പാട്ടൊക്കെ ഇട്ട് തുടങ്ങിയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അളിയാ ആ റേസിന്റെ ഫീൽ അനുസരിച്ച് പാട്ട് ഓട്ടോമാറ്റിക് മാറിക്കൊണ്ടിരുന്നു അളിയാ.
ഞാൻ എന്നിട്ട് എന്താ നിങ്ങളെല്ലാം ഓവർടേക്ക് ചെയ്ത് ഫസ്റ്റ് ആയപ്പോഴത്തേക്കിന് എന്നിൽ എരിഞ്ഞ് തുടങ്ങിയ തീക്കര ഫിനിഷ് ചെയ്യുന്നേ മുമ്പേ ആരംഭമേ ആ പാട്ടോടെ വന്നു അല്ല നീ എങ്ങനെ എക്സിറ്റ് ആയത്? അറിഞ്ഞൂടാ AFK മറ്റേ കിക്കായി. നീ ചവിട്ടി അല്ലല്ല അതിന്റെ ഇടയ്ക്ക് അല്ലെ ഞാൻ വണ്ടി തട്ടി ബാക്കി പോയപ്പോഴേ തമ്മിൽ പിണങ്ങി ആക്ച്വലി കോക്ക് DF ആവണ്ട ഈഗിളേട്ടൻ അപ്പത്തേക്ക്. അല്ലല്ല ഞാൻ 22 സെക്കൻഡ് ആയിരുന്നു. ഒരുപാട് ഉണ്ടാക്കണ്ടേ വാച്ചൻ എന്റെ തൊട്ട് പിറകെ ഉണ്ടായിരുന്നു പുള്ളി പിരിച്ച് ഉണ്ടായിരുന്നു. കൂടുതൽ ഉണ്ടാക്കല്ലേ. ഇൻവൈറ്റ് വന്നില്ല. നമ്മളുണ്ടായിരുന്നു ബ്രോ ഇവിടെ. നമ്മളെ തോൽക്കും വർത്താനം പറയല്ലേ ബ്രോ. ഒരു മിനിറ്റ് എന്തോ പറ്റിയുടെ എനിക്ക്